Hello guys, so welcome to TinkerHub MES. So in this section function with return ആണ് നമ്മുടെ section. So നമുക്ക് തുടങ്ങാം. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ പഠിച്ചു ആൻഡ് ഫംഗ്ഷനിൽ എങ്ങനെ ഡാറ്റ പാസ് ചെയ്യുന്നത് പഠിച്ചു. നമ്മൾ അത് ഇനി എങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാറ്റ അവിടെ നിന്ന് പ്രോസസ്സ് കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് തിരിച്ച് കിട്ടുക എന്നാണ് നമുക്ക് ഇന്നത്തെ സെക്ഷൻ. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ എന്നാണ് ഞാൻ പേര് കൊടുത്താൽ അത് ഞാനിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനൊരു ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. അത് വാല്യൂ എന്നാണ്. ആൻഡ് ഒരു ഡാറ്റ പാസ് ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് ആണ്. ആൻഡ് ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ വാല്യൂ ഡോട്ട് സെക്കൻഡ് സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യും, രണ്ട് സ്ട്രിങ്ങും കൂടെ കൂട്ടിച്ചേർക്കുകയും ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് വാല്യൂ ഒരു സ്ട്രിങ്ങും പിന്നെ ഒരു ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് വേറൊരു സ്ട്രിങ് എഴുതി കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങും കൂടെ ഒന്നിച്ചാവും. എന്നിട്ട് അതൊരു വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുക. അതായത് ഞാനിത് എക്കോ ചെയ്യുകയാണ്, എക്കോ ഇത്. ഓക്കെ, സോ ഇനി നമുക്കിത് കണ്ടു നോക്കാം. സോ കണ്ടില്ലേ, ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ജസ്റ്റ് ഈ സ്ട്രിങ് ഉണ്ട്, ആദ്യത്തെ സ്ട്രിങ് ഉണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള, പിന്നെ സെക്കൻഡ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ഇത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി രണ്ടും കൂടെയും ജോയിൻ ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ തിരിച്ച് ഡാറ്റ ഇങ്ങാടേക്ക് കിട്ടാമെന്ന് നമുക്ക് എഴുതാം. ലൈക്ക് ഡാറ്റ എങ്ങനെ റിട്രീവ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കിട്ടുക എന്ന് എഴുതാം. സോ അത് നമുക്ക് എപ്പോഴും വേണ്ടി വരും, കാരണം നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും ഡാറ്റ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാറ്റ പ്രോസസ്സ് ചെയ്യാനോ എന്തെങ്കിലും ഫീച്ചേഴ്സ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു എൻഡ് പ്രോസസ്സ് എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂഷ്വലി എപ്പോഴും നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ലൈക്ക് റിട്ടേൺ എഴുതാം, എന്നിട്ട് നമുക്ക് ഏതാ ഡാറ്റ പാസ് ചെയ്യുന്നത് ആ ഡാറ്റ എഴുതാം. ആൻഡ് ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇനി റീലോഡ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഡാറ്റ ഒന്നും തിരിച്ച് കിട്ടണില്ല. അത് കിട്ടാത്ത എന്താണെന്നറിയോ, നമ്മൾ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യണല്ലോ. നമ്മൾ ഇവിടെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്തത്, പക്ഷേ ഇവിടെ തന്നെയാണ് നമ്മൾ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യണത്, ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യണ ഫംഗ്ഷൻ വാല്യൂ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു വേരിയബിൾ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വേരിയബിളിലാണ് നമ്മൾ എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതേപോലെ ഒരു വേരിയബിൾ ഉണ്ടാക്കാം ഫസ്റ്റ്. അപ്പോൾ റിട്ടേൺ വേരിയബിൾ എന്ന് ഞാനൊരു വേരിയബിളിൻ്റെ പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനാക്കി. ഇനി ഞാനിവിടെ അത് എക്കോ അടിക്കുക. അപ്പോൾ എന്തുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ, എന്താണ് വാല്യൂ കയറിയിരിക്കണമെന്ന് അറിയാമല്ലോ. ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇതിവിടെ എടുക്കാം. ലൈക്ക് കണ്ടില്ലേ, സെക്കൻഡ് സ്ട്രിങ്ങും കൂടെ കയറി വന്നു. ഞാനിത് ഇവിടെ നിന്ന് കമൻറ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ഈ സ്ട്രിങ് മാത്രം കിട്ടി. ഇവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇത് കാണണ്ട, ഇത് ഇപ്പോൾ നോക്കണ്ട. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സാധാരണ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഫംഗ്ഷൻ കോൾ ചെയ്തു. എന്നിട്ട് നമ്മൊരു സ്ട്രിങ് പാസ് ചെയ്തു. ആ സ്ട്രിങ് എവിടെയാണ് പോയത്, ഈ വാല്യൂയിലേക്ക് പോയി സ്റ്റോർ ചെയ്തു. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ വാല്യൂ ഞാൻ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, വാല്യൂ ഈ വാല്യൂ അല്ലേ ഇവിടെ കോൾ ചെയ്തിരിക്കണം. എന്നിട്ട് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് വേറൊരു സ്ട്രിങ്ങും കൂടെയും ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ എന്താ, രണ്ട് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താ, രണ്ട് സ്ട്രിങ് കൂടെ ഒന്നിച്ചാവും, ഒറ്റ സ്ട്രിങ് ആവും. എന്നിട്ട് ഞാൻ അത് ഈക്വൽ ടു ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ജോയിനിങ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഈ വേരിയബിൾ റിട്ടേൺ ജോയിനിങ് സ്ട്രിങ് എന്ന് ഞാൻ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതല്ലേ അത് ഈ ഫംഗ്ഷൻ തിരിച്ചു തരും. നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് തിരിച്ചു തരില്ലേ, അതേപോലെ നമുക്ക് ഈ വാല്യൂ തിരിച്ചു തരും. അത് എടുക്കണമല്ലോ, അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു വേരിയബിൾ നമ്മൾ ഉണ്ടാക്കി, കാരണം വേരിയബിൾ വേണം എന്തെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. എന്നിട്ട് ഈക്വൽ ടു എഴുതിയിട്ട് ഈ ഫംഗ്ഷൻ്റെ ഇത് ഇനീഷ്യലൈസിൻ്റെ ഇപ്പുറത്തേതാക്കി. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടേൺ വന്നു കഴിയുമ്പോൾ നമുക്ക് നേരെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നേരെ ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ കിട്ടും. അത് നേരെ ഇവിടെ സ്റ്റോർ ചെയ്യും, ഈ റിട്ടേൺ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. ഭയങ്കര സിമ്പിളാണ്. താങ്ക് യു.